ഇത് ഇന്ന് പറഞ്ഞ കഴിച്ച് നമ്മൾ സെക്കൻഡ് ഡേ ആണ് സ്കൂളിലോട്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പെട്ടെന്ന് നേരത്തെ എത്തി. ഹലോ, ഞാനത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം. ടി ആൻഡ് അഡ്വിക് ചന്തംകുളം നിമിഷ വ്ളോഗ് എല്ലാവർക്കും അറിയാം. ഇപ്പം അത്യാവശ്യം ഇപ്പം കുറച്ച് റീസെൻ്റ് ആയിട്ട് കുറച്ച് വിവാദത്തിലൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഇവർ സ്ട്രൈക്ക് കൊടുത്തെന്നൊക്കെ അറിയുന്നു, എന്തോ അറിയത്തില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മോശമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ അത്രയും വലിച്ചൊരു വൾഗാരിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താലും ഒരു തെറ്റൊന്നുമില്ല. ഓക്കെ, അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ, ഒരു ലേഡി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മക്കളടക്കം, അതായത് ആദ്യം അങ്ങനെ മോള് വാശി പിടിക്കുന്ന ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു. പിന്നെ ഇവരുടെ വീഡിയോസ് കണ്ട് അപ്പോൾ അതിൽ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വീട്ടിൽ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യമടക്കം കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ആ വോയിസ് കേൾപ്പിക്കാം. അതിനുശേഷം ഞാൻ ഇവരുടെ ചാനലും കൊടുക്കാം. ചാനലിൽ ഒരു വീഡിയോ എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. അവർ കുറച്ച് മാറ്റമുണ്ട്. ഐ തിങ്ക് നന്നായെന്ന് തോന്നുന്നു. നമുക്കതും കേൾക്കാം. അതിനു മുന്നേ ഞാൻ ഈ പറഞ്ഞ ആൾ സംസാരിക്കുന്ന വോയിസ്, ലേഡി എന്നോട് സംസാരിച്ച് അവരുടെ വീട്ടിലത്തെ പേഴ്സണൽ കാര്യം അവർ പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹായ്, ഹലോ, ഞാനത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എൻ്റെ കുട്ടിക്ക് 4 വയസ്സായതാണ്. അപ്പോൾ ആളിങ്ങനെ വഴക്കൊന്നുമില്ലാത്തൊരു കുട്ടിയായിരുന്നു. കടയിലൊക്കെ ചെന്നാൽ ഇവർ പോകുന്ന പോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ നമ്മൾ പോകാറുണ്ട്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടഡ് സാധനങ്ങളൊക്കെയുള്ള ഷോപ്പിലെല്ലാം നമ്മൾ പോകാറുണ്ട്. ബട്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇവരുടെ വീഡിയോ കണ്ടതിൽ പിന്നെ ആൾ കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറാൻ തുടങ്ങി. ഈ കുട്ടി കാണിക്കുന്ന പോലെ വേണ്ടതാണെങ്കിലും വേണ്ടാത്തതാണെങ്കിലും എല്ലാം ബാസ്ക്കറ്റ് കൊണ്ടുപോയി എടുത്ത് അങ്ങനെ എടുക്കുന്നൊരു ശീലം വളർന്നു വരാൻ തുടങ്ങി. ഒരു ഫസ്റ്റ് ടൈം ഞങ്ങൾ വിചാരിച്ചു, കാരണം അതുവരെ അങ്ങനെ ബിഹേവ് ചെയ്യാത്തൊരു കുട്ടിയാണ്. പിന്നീട് ഇപ്പോൾ ആദ്യമൊക്കെ ഈ ചാനൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, കുട്ടികളുടെ അല്ലേ, വേറെ ഒന്നും കാണുന്നില്ലല്ലോ, റീലോ അങ്ങനെയുള്ളതൊന്നും കാണുന്നില്ലല്ലോ, അത് നല്ല ഒരു കാര്യമല്ലേ എന്ന് വിചാരിക്കുമായിരുന്നു. പിന്നീടാണ് ഞാൻ ഈ ചാനൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ചാനലിൽ ബേസിക്കലി എനിക്ക് ആ സ്ത്രീയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് അവരെപ്പോഴും ഞാൻ അതിൽ കമൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സൊസൈറ്റി ലേഡി ആകാനുള്ളൊരു ശ്രമത്തിലാണ്. പക്ഷേ ആ ശ്രമം ഒരു 100% എന്താ പറയുന്നത്, സക്സസ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സക്സസ് ആയിട്ടില്ല. ബിക്കോസ് അവർ പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അവരങ്ങനെയല്ല വീട്ടിൽ സംസാരിക്കുന്നത്. അവർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കുന്നതായിട്ടും കുട്ടികളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതായിട്ടും നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞങ്ങളപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ, മോളിങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ ഇങ്ങനെ ആലോചിച്ചപ്പോൾ, കാരണം അവളുടെ അച്ഛൻ വില്ലിങ്ങാണ് വാങ്ങിച്ചു കൊടുക്കാൻ. എൻ്റെ ഒരു കൺട്രോൾ കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളങ്ങനെ വേണ്ട എന്ന് വെക്കുന്നത്. അവളുടെ അച്ഛൻ ഇപ്പോൾ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആണ് പുള്ളിക്ക്. അപ്പോൾ എൻ്റെ കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് അത് വേണ്ട എന്നുള്ളത് അങ്ങനെ തന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ റീസൺ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മോള് പറയുന്നത്, ടിയ എങ്ങനെയാണമ്മ, ടിയ എല്ലാം എടുക്കുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടി അവളുടെ ഏജിനേക്കാൾ കൂടുതൽ മെച്യൂർഡായിട്ടായിരുന്നു സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞല്ലേ അവൾ, എപ്പോഴും ഇപ്പോൾ ഒരുപോലെ ഇരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇവൾ ഈ ചാനൽ കണ്ടിട്ട് അതിലിങ്ങനെ കാണിക്കുന്ന അപ്പോൾ ഞാൻ അന്നേരം ഒരു പ്രാവശ്യം ഞാൻ ഇരുന്ന് കണ്ടു. കാരണം ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണലാണ്. അപ്പം ഇപ്പം ഞാൻ അവൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചെറിയ കാർട്ടൂണോ, അവളുടെ പഠിത്ത സമയം കഴിയുമ്പോൾ ചെറിയ കാർട്ടൂൺ എന്തെങ്കിലും വെച്ച് കൊടുക്കും. കുട്ടികളുടെ കാർട്ടൂൺ, മാഷ അങ്ങനെയൊക്കെയുള്ള കാർട്ടൂൺ. അതാകുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് വിശ്വസിച്ചിരിക്കാം അവരതിൽ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ഒന്നും ആവുന്നില്ല എന്നുള്ളത്. പെപ്പ പിഗ്, മാഷ, പിന്നെ സണ്ണി ബണ്ണീസ് എന്ന് പറഞ്ഞിട്ടുള്ള കാർട്ടൂണൊക്കെ അതൊന്നും മോശമായിട്ടുള്ളതൊന്നുമല്ല, നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റുന്ന കാർട്ടൂണാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന അവൾ TV കാണുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ. പക്ഷെ എന്നാലും എനിക്ക് കേൾക്കാം അവളെന്താ കാണുന്നത്, എന്താ ചെയ്യുന്നത് എന്ന്. അപ്പം ഇത് കണ്ടേ പിന്നെയാണ് ഇങ്ങനെ ഒരു ബിഹേവിയർ വരുന്നത്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് അവളുടെ കൂടെ നിന്നപ്പോൾ
എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ കുട്ടി കാണിക്കുന്നത്, അവരുടെ അമ്മ വഴക്ക് പറയില്ലല്ലോ, അമ്മ എന്നെ എന്തിനാണ് വഴക്ക് പറയുന്നതെന്നാണ്. പിന്നെ ഞാൻ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ ചാനൽ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടുകാർ കാണുമ്പോഴേ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ടായിരുന്നു ഇത് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഞാൻ പറയായിരുന്നു കുട്ടികളുടെ അല്ലേ, അവരിന്ന് കണ്ടോട്ടെ, കുഴപ്പമില്ലല്ലോ എന്ന് പറയും. പക്ഷേ ഇത് ഇത്രയും ബാഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇത്. കാരണം അങ്ങനെ ഒരു ബിഹേവിയർ അതുവരെ അവൾ കാണിച്ചിട്ടില്ല. എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ രഹസ്യമായിട്ട് നമ്മുടെ അടുത്ത് അത് വാങ്ങിക്കാമോ, അത് പൈസ ഉണ്ടോ അങ്ങനെ ചോദിക്കുന്നൊരു കൊച്ചാണ്. ചെറിയ കുട്ടിയാണെങ്കിലേ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിന് ഇവരിങ്ങനെ കുട്ടികൾ ഇപ്പോൾ എല്ലാവർക്കും അത് തന്നെ വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലല്ലോ. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഈ വോയിസ് നിങ്ങൾ കേട്ടല്ലോ. ഈ വോയിസിനോട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഒരുപാട് പാരൻസ് എൻ്റെ വീഡിയോ കാണുന്നതാണ്, അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ പിള്ളേരുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ടിയുടെ വീഡിയോ കാണാറുണ്ടോ? കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറാറുണ്ടോ? ഓക്കെ, ഇവിടെ ഈ പാരന്റ് പറയുന്നിടത്തോളം ആ കുട്ടി അല്ലെങ്കിൽ അങ്ങനെ വേറെ വാശി പിടുത്തോ അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ടിയ ഈ കുട്ടിയുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷം, ടിയയുടെ വീഡിയോ ഈ കുട്ടി കാണാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് ഇതായി തുടങ്ങി. ടിയ കുട്ടിക്ക് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം പിന്നെ എന്താ എനിക്ക് ഇങ്ങനെ ചെയ്തൂടെ? ഈ ഒരു സാധനം ഇത് കൊച്ചു പിള്ളേരുടെ മനസ്സാണ്. ഇപ്പോൾ കുട്ടികളുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത മനസ്സാണ്. ഇപ്പം ചിലപ്പോൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അവരോരോ വീഡിയോസ് അതും ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ആഗ്രഹങ്ങൾ തോന്നും. അതുപോലെ അവർ അത് കിട്ടണം, മേടിക്കണം. ആ കുട്ടിക്ക് അതുപോലെ കിട്ടുന്നുണ്ടല്ലോ, അപ്പം നമുക്കെന്ത് കിട്ടിക്കൂടെ? ഈ ഒരു സാധനമൊക്കെ അവർ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തിരിക്കുന്ന കുട്ടികൾ ചിലപ്പം അത് ഇതൊക്കെ പുതിയ മറ്റേ റബ്ബറുള്ള പെൻസിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും അടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് പറയും, എൻ്റെ അടുത്തിരിക്കണ കുട്ടിക്ക് ഇങ്ങനത്തെ പെൻസിലുണ്ട്, എനിക്കും വേണോ, ഈ സെറ്റപ്പിൽ ചിലപ്പോൾ നമ്മളൊക്കെ പറയും. അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഞാനങ്ങനെ വാശി പിടിക്കാത്തൊരു ടൈപ്പ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. പിന്നെ ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. പണ്ട് എൻ്റെ ഓർമ്മയിൽ ഞാനങ്ങനെ വാശി പിടിച്ച് കരഞ്ഞു പിടിച്ചൊന്നും നേടിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. നമ്മൾ അടിയും വഴക്കൊന്നും കൂടാറില്ല, മഞ്ഞയായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ടിയക്കുട്ടിയുടെ വീഡിയോ കാണുന്ന സമയത്ത് പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ഇത് തോന്നി. ഇതിപ്പോൾ ഇവരുടെ വീഡിയോ അവർ നാട്ടുകാരെ പിള്ളേരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇങ്ങനെ നിങ്ങൾ അടിപൊളിയായിട്ട് സ്കൂളിൽ പോകുന്നതും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോക്കാം. പക്ഷെ ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് സാധനം, ചോക്ലേറ്റ് അതും ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ് ഇടുന്ന സമയത്ത് ഉറപ്പായിട്ടും കുറേ കുട്ടികളെങ്കിലും ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവും. അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ആകണം എന്നുള്ളൊരു ചിന്ത വരും. അത് നല്ലതല്ല. എല്ലാ പാരൻസും നിങ്ങളെപ്പോലെ കപ്പാസിറ്റിയും കാണത്തില്ല. ഇപ്പം നിങ്ങളുടെ വീഡിയോസൊക്കെ ഇന്ന് കാണാൻ ആർക്കും പറ്റും. ഇപ്പം നിങ്ങൾ വലിയ ടീമായതുകൊണ്ട് നിങ്ങളെ വീഡിയോസ് പാവപ്പെട്ട ആൾക്കാർക്ക് കാണാൻ പറ്റില്ല എന്നല്ല, ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും കാണും. അപ്പോൾ ഈ പാവപ്പെട്ട വീട്ടിലുള്ള പിള്ളേരൊക്കെ ഇത് കാണുന്ന സമയത്ത് അവർക്ക് ഇതുപോലെയൊക്കെ വാശി പിടിക്കാൻ തുടങ്ങും. അവരിതുപോലെ വാശി പിടിക്കും. മാതാപിതാക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം വീഡിയോകൾ ഒഴിവാക്കുക. ഇങ്ങനെ ബൾക്കായിട്ട് പോയിട്ട് ഇഷ്ടമുള്ളതെല്ലാം പർച്ചേസ് ചെയ്ത് വാരിക്കൂട്ടി ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തോന്നുന്നതെല്ലാം വാരിക്കൂട്ടിയിട്ട് പർച്ചേസ് ചെയ്ത് പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇപ്പം നമ്മളായാലും സ്കൂളിലൊക്കെ പണ്ട് പോകുന്ന സമയത്ത് വർഷത്തിലൊരു ബാഗ് അല്ലെങ്കിൽ 2 വർഷത്തിലൊരു ബാഗ്, ഇതൊക്കെയാണ്. അത് കീറിയാലേ അടുത്ത ബാഗൊക്കെ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ 3-4 ബാഗ് ഒരു കൊച്ചിന് ഒരുമിച്ച് വാങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൊച്ചു പിള്ളേരുടെ മനസ്സിൽ അത് ഭയങ്കര ഇതായിട്ട് തോന്നും. അയ്യോ, നമുക്കും കിട്ടിയില്ലല്ലോ, നമുക്കും കുട്ടിയുടെ അച്ഛനമ്മയും പോലത്തെ ഒരു അച്ഛനമ്മയും വേണം. അപ്പോൾ സ്വന്തം അച്ഛനമ്മയും വായും വളർന്നിരിക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് നിങ്ങൾ പർച്ചേസ് ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തോന്നുന്ന വാങ്ങിക്കൊടുത്തോ, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എപ്പോഴും പറയും, അങ്ങനെ മക്കൾക്ക് വാങ്ങിക്കൊടുത്ത് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്ത് മക്കളെ വളർത്തരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കഷ്ടപ്പാടിൻ്റെ വില അവരും കുറച്ചൊക്കെ അറിയണം. അല്ല തോന്നുന്നതല്ല, മക്കൾ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ കാശിനൊരു വിലയില്ലാത്ത രീതിയിൽ മക്കൾ മാറും എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്ത് വളർത്തരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എന്ത് ചെയ്യണോ ഏത് ചെയ്യണോ, ഞാനൊന്നും ഉപദേശിക്കാൻ ആരുമല്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. മക്കളിപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാം വാരി ചപ്പ് ചവറ് പോലെ വാങ്ങിക്കൂട്ടി ഇട്ട് കൊടുത്ത് തോന്നിവാസം പോലെ പൈസയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ മക്കളെ വളർത്തരുത്. കഷ്ടപ്പാടൊക്കെ അറിയണം. ഞാനൊക്കെ ആയാലും എൻ്റെ വീട്ടിലിപ്പോൾ എന്താ പറയാം, എൻ്റെ വീട്ടിൽ അത്യാവശ്യം വീട്ടിൽ ജീവിക്കാനുള്ള വകുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഞാൻ +2 കഴിഞ്ഞ സമയത്ത് കാറ്ററിങ്ങിന് പോവും. പിന്നെ വേറെ ഈ ഷോറൂമിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് കൊടുക്കാനുള്ള പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. അത് വീട്ടിൽ പോലും അറിയത്തില്ല. ഞാൻ എൻ്റെ വഴി ചെലവിന് വേണ്ടിയിട്ട്, എനിക്ക് ചിലവിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി കാറ്ററിങ് അതും ഇതൊക്കെ ചെയ്ത് കാശുണ്ടാക്കും. എൻ്റെ ചിലവ് അടക്കും. എനിക്ക് വേണമെങ്കിൽ വേറെ ഫുഡ് കഴിക്കാൻ, ഷർട്ട് എടുക്കുക, എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നമ്മളെ വഴി ചെലവിൽ നടക്കും. അത് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളൊരു പ്രായം കഴിയുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ,
അതുകൊണ്ട് വീട്ടുകാരുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് വാരിക്കോരി എടുത്ത് എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടി നടത്തുക. അങ്ങനെ വഷളാക്കി വളർത്തി കഴിഞ്ഞാൽ മക്കൾ ഒരു സമയം കഴിയുമ്പം പൈസയ്ക്ക് ഒരു വാല്യൂ ഇല്ലാതാവും. പിന്നെ അതുപോലെ തന്നെ ഒരു സമയം കഴിഞ്ഞ് വളർന്ന് കുറച്ചുകൂടിയൊക്കെ ആകുമ്പോൾ മക്കൾ വലിയ വലിയ ആഗ്രഹങ്ങൾ പറയും. അന്ന് വീട്ടുകാർ സാധിച്ചു കൊടുക്കാതെ വരുമ്പോൾ വീട്ടുകാരോട് ദേഷ്യം വരും. പിന്നെ വീട്ടുകാരെ വെറുപ്പാവും മക്കൾക്ക്. പിന്നെ വീട്ടുകാർ പറയുന്നത് പോലെ കേൾക്കാത്തൊരു സിറ്റുവേഷൻ വരും. പിന്നെ ചിലപ്പോൾ സ്കൂളിൽ പോകില്ല. മക്കളെ ഒരു പരുവം വരെ വളർത്തുന്ന തോന്നിവാസത്തിൽ വളർത്തുമ്പോൾ പിന്നുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതായത് എനിക്ക് അറിയാവുന്ന സർക്കിളുകൾ വരെ ഉണ്ട്. അതായത് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള തോന്നിവാസത്തിന് പൈസ എടുത്തു കൊടുത്ത് തൊലച്ചങ്ങ് വിടും ഒരു പ്രായം വരെ. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ മക്കളായിട്ട് പിടിക്കും, അവർ ചോദിക്കുന്നതൊന്നും വാങ്ങി കൊടുക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ പിള്ളേർ പിന്നെ അവരെ ഇഷ്ടത്തിന് തോന്നുന്നതൊക്കെ ചെയ്യും. ചിലപ്പം പൈസയൊന്നും കൊടുത്തില്ല, വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് അടിച്ച് പൊളിച്ചെടുത്തെറിയും. പിന്നെ സ്കൂളിൽ പോകില്ല, തോന്നിവാസവും, പിന്നെ ചിലപ്പോൾ ലഹരിക്ക് അടിമയാവും. അങ്ങനെ പല രീതിയിൽ തൊലഞ്ഞു നാറാണത്താവും. ഒരു പരുവം വരെ മക്കൾക്ക് ഇങ്ങനെ കയ്യിൽ വഴി വിട്ട രീതിയിൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കി കയ്യിൽ കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഒരു പ്രായം വരെയൊക്കെ വളർത്തണം. അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രിയൊക്കെ ആവുന്നത് വരെയെങ്കിലും നമ്മുടെ ഒരു പിടി വേണം. അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന പോലെ പൈസ എടുത്തു കൊടുത്ത് തോന്നിവാസത്തിന് വിട്ട് കഴിഞ്ഞാൽ അവർ തൊലഞ്ഞു പോകും. ഉള്ള കാര്യം പറയാം. അൺലിമിറ്റഡ് ആയിട്ട് കയ്യിൽ പൈസ കിട്ടുക, സാധനങ്ങൾ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സുഖജീവിതം പഠിക്കാനും തോന്നത്തില്ല, അല്ലെങ്കിൽ പഠിച്ചൊരു ജോലി വാങ്ങാൻ തോന്നത്തില്ല. എന്തിനു ജോലി വാങ്ങുന്നത്? നമുക്ക് പൈസ ഉണ്ടാക്കാനും നമുക്കത് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സുഖ ജീവിതമൊക്കെ ആണെങ്കിൽ പിന്നെ അവർ തോന്നിവാസത്തിൽ ചിലപ്പോൾ പോകും, തോന്നിവാസത്തിൽ പോകും. പിന്നെ ഒരു സമയം കഴിഞ്ഞ് നമ്മളിട്ട് കടിഞ്ഞുള്ളിട്ട് പിടിച്ചു കഴിഞ്ഞാലും നിൽക്കത്തില്ല. അപ്പോഴവർ വേറെ ലെവലിൽ തിരിഞ്ഞു പോകും. ഇതൊക്കെ പല സർക്കിളിലൊന്നും പല കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. കുട്ടിക്കാലത്ത് തേനെ പാല വാന ചക്കര എന്ന് പറഞ്ഞ് തോന്നുന്ന എല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഒരു സമയം കഴിയുമ്പോൾ കടിഞ്ഞുള്ളിട്ട് പിടിക്കും, തൊലഞ്ഞ് തരിപ്പണായി. ഒരുപാട് കുടുംബങ്ങളിലെ ചരിത്രമുണ്ട്. എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇവരുടെ ഒരു വീഡിയോ കൊടുക്കാം. അന്നത്തെ ആ വീഡിയോയ്ക്ക് ശേഷം ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടില്ല ചാനലിൽ. ഓക്കെ, അപ്പോൾ ബുക്ക് അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ പിള്ളേരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോകളൊക്കെ ഇട്ട് നൈസായിട്ട് പോവുക. ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കാം. സെക്കൻഡ് ഡേ ആണ് സ്കൂളിലോട്ട്. ഇന്ന് ഫസ്റ്റ് ഡേ ആണെന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഉച്ചയ്ക്ക് പെട്ടെന്ന് നേരത്തെ എത്തിയിട്ടോ. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഇവർ നല്ല കാശുള്ള ടീമാണ്. ബാക്കി കിടക്കുന്ന കാർ കിട്ടാൻ തന്നെ അറിയാം. ഓക്കെ, നല്ല കാര്യമാണ്, നിങ്ങൾ ജീവിച്ചു അടിപൊളിയായിട്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു സങ്കടമെങ്കിലും തോന്നൂടെ? നമ്മൾ അതൊക്കെ ഒന്ന് മാനിക്കുക. നിങ്ങൾ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നത് അതുപോലത്തെ വീഡിയോസൊക്കെ ഒഴിവാക്കി. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഞാനൊരു റിക്വസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഒഴിവാക്കിയെന്ന് തോന്നുന്നു, കാണാനില്ല. അതിനുശേഷം അങ്ങനത്തെ വീഡിയോസ് പറക്കിയിടാതിരിക്കുക. അത് എല്ലാ പിള്ളേരും ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞു പിള്ളേരില്ലേ, അവർക്ക് ആഗ്രഹങ്ങളൊക്കെ തോന്നില്ലേ, ഇവരെ പോലെയൊക്കെ ആവണം, ഇവരെ പോലെയൊക്കെ ജീവിക്കണം, ഇവരെ പോലത്തെ അച്ഛനും അമ്മയും കിട്ടണം. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും വിലയില്ലാതെ പോകുന്ന അവസ്ഥയാവും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇത്തരം വീഡിയോകൾ ഒഴിവാക്കുക. ഓക്കെ, നമുക്ക് ആക്കിയാണ്. അപ്പൊ കുറെ പേര് ബാക്ക് പാക്കിംഗ് വീഡിയോ ചോദിച്ചു. അതിലൊന്നും ചെയ്യാനില്ല ഗൈസ്. ബുക്കില്ല. CBSE എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ ഇന്ന് സെക്കൻഡ് ഡേ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. ഒരു ബുക്ക് എല്ലാം തന്നത് കേട്ടോ. അപ്പൊ ഇന്നാണ് ഗൈസ് നമ്മളിന്ന് പൊട്ടിക്കിച്ച് നോക്കുന്നത്. ഇനി ഇത് ബൈൻഡ് ചെയ്യണം ഗൈസ്. അപ്പൊ നമുക്ക് നോക്കിയാലോ? യെസ്, വരൂ നോക്കാം. ഫസ്റ്റ് ഡേ സ്കൂള് കഴിഞ്ഞ് വന്നപ്പം ഡയറി ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പുതിയ ഡയറിയാണ് ഇപ്രാവശ്യം. അപ്പൊ ടൈം ടേബിൾ എഴുതി കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യം ടീക്കുട്ടി ഞെട്ടിയത്, ഇതിലൊന്ന് കൗണ്ട് ചെയ്തേ PT എത്ര ഉണ്ടായിരുന്നു? ലാസ്റ്റ് ഇയർ എത്ര ഉണ്ടായിരുന്നു മുത്തേ PT? ഒരാഴ്ച 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം PT 4 എണ്ണം ഉണ്ട്. പക്ഷെ CBSE ആയതുകൊണ്ട് ഇത് PT അല്ല സംഭവം. അത് PT മറ്റേ ഡ്രില്ലല്ലേ? നല്ല സമയം. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ PT അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും സാറന്മാർ വന്നില്ലെങ്കിൽ ചിലപ്പോൾ PT കിട്ടും, അല്ലെങ്കിൽ മാത്സ് ടീച്ചർ കെട്ടിയെടുക്കും. ഇതൊക്കെ ആയിരുന്നു പഴയ കാലം. ഓക്കെ, ഒരു എക്സാം ഉണ്ട് അല്ലേ? അങ്ങനെ ഒരു എക്സാം ഉണ്ട്. പിന്നെ ഒരു V ഉണ്ട്, അത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ഏത് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമുക്ക് മാറിയതുകൊണ്ട് ആർട്സ് എഡ്യൂക്കേഷനും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ ലിങ്ക് അയച്ച് വേഗം വാങ്ങിക്കുക ഗൈസ്. പുതിയ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നത്. അതിനെന്താ റേറ്റ് ഉണ്ടോ? അത് കറന്റ്ലി നോട്ട് അവൈലബിൾ ആണ്. പൊന്ന ഈ പ്രശ്നം കേട്ടോ. അപ്പൊ ഇന്നത്തെ സെറ്റപ്പൊക്കെ ഫുള്ള് മാറി കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് മറ്റേ ഈ 2 മാസം അവധിയുടെ ഇടയിൽ ഒരു ദിവസം ബുക്ക് കൊടുക്കും, ടെക്സ്റ്റ് ബുക്കൊക്കെ കൊടുക്കും. അവിടെ പോയി അന്ന് പേ ചെയ്ത് വാങ്ങും. പിന്നെ നോട്ട് ബുക്ക് ഒന്നും അല്ലാത്ത ഇവിടുത്തെ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങും. എന്നിട്ട് അതിനെ മറ്റേ ബ്രൗൺ പേപ്പർ ഇട്ട് ബൈൻഡ് ചെയ്യും. പിന്നെ നെയിം സ്ലിപ്പ് ഒട്ടിക്കും.
അതൊക്കെ ഒരു കാലം കേട്ടോ. സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം അങ്ങനെയാണ് നമുക്ക്. പിന്നെ പോയി കഴിഞ്ഞാലും പിള്ളേരുമായിട്ടൊക്കെ ഇരുന്ന് കളിച്ച് ചിരിച്ച് ഒരു ഇത്, പിന്നെ ഡ്രില്ല്, പിന്നെ സ്കൂളിൽ നിന്ന് കഞ്ഞി കിട്ടും, മുട്ട, ഇതൊക്കെ കഴിച്ച് അതൊക്കെ ഒരു കാലഘട്ടം. എന്തുവാ അത് ഒരു സമയമായിരുന്നത്. ഇന്നതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ട് സ്കൂളിൽ പോയിരുന്ന വീണ്ടും പഠിക്കാൻ താല്പര്യമില്ല കേട്ടോ. ആ ഒരു കുറേ മൊമെന്റ്സ് ഉണ്ടല്ലോ, ആ മൊമെന്റ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് സ്കൂൾ കാലഘട്ടത്തിൽ കഞ്ഞിയുടെ കൂടെ ഒരു പയർ കറി കിട്ടുമായിരുന്നു. അതും ആ കഞ്ഞി ഒരയുടെ അച്ചാറ് വാങ്ങിയിട്ടൊരു കലക്കിലക്കിയിട്ടൊരു കുട്ടി കുടിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഇപ്പോഴും നാക്കിൽ വെള്ളം പറയാണ്. ഇപ്പം ചോറൊക്കെ ആയി സ്കൂളിൽ, കഞ്ഞിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അതൊക്കെ ഒരു കാലം. പെട്ടെന്ന് ഒരു കാലഘട്ടത്തിലോട്ടൊക്കെ ചാടിപ്പോയി. പിന്നെ പപ്സ് കിട്ടും, അത് പപ്സ് കിട്ടുന്നല്ലേ, വാങ്ങി കഴിക്കും വല്ലപ്പോഴൊക്കെ. പിന്നെ ചോക്ലേറ്റ്, ചെറിയ രൂപയുടെ മുട്ടായികൾ, പുളിമുട്ടായി, മറ്റേ ചൊക്കി സിപ്പപ്പ്, അതൊക്കെ ഒരു സമയം. ഇപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ എന്താ അറിയില്ല. എന്തായാലും CBSE സ്കൂളിലൊന്നും അതൊന്നുമില്ല. ഗവൺമെൻറ് സ്കൂളിലൊക്കെ ആ ഒരു മൊമെന്റ് ഇപ്പോഴും കിട്ടുമായിരിക്കും മേ ബി. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേരുടെ കയ്യിൽ കുറച്ചുകൂടെയൊക്കെ പൈസ ആണ്. അന്ന് നെല്ലിക്ക് ഒപ്പിട്ട് അത് ഇതൊക്കെ വേക്കലൊക്കെ കൊണ്ട് കടയിലൊക്കെ വെച്ച് വിൽക്കും. അതൊക്കെ ഒരു സമയം. എല്ലാവരും ഇത് പുതിയ ബുക്കായതുകൊണ്ട് അതുകൊണ്ട് ഒന്നുമില്ല. ചിലര് പ്രിന്റ് ഔട്ട് എടുക്കുന്നത് നോക്കാം, നമുക്ക് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയി വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് ടീക്കുട്ടിയുടെ ടൈം ടേബിൾ കേട്ടോ. ഡയറി ഞങ്ങളുടെ ഇപ്രാവശ്യം നല്ല വലിയ ഡയറിയാണ്. അപ്പോൾ അതിൽ കുറച്ച് നമുക്കുണ്ടായിരുന്നു ഡയറി കേട്ടോ. ആ ഡയറിയിൽ മറ്റേ ടൈം ടേബിളിൻ്റെ കേസല്ല, വേറെ ഈ പരാതിയൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വിടുമായിരുന്നു. അങ്ങനത്തെ എന്തോ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കൊച്ചു സ്കൂളിൽ എന്തോ 4 വരെ എന്തോ പഠിക്കുമ്പോൾ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സമയം. പെട്ടെന്ന് ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടപ്പോഴേ പഴയ ആ ഒരു സ്കൂൾ ലൈഫിലോട്ട് മൈൻഡ് പോയി. വേഗം അമ്മയ്ക്ക് ലിങ്ക് അയച്ചേ വന്ന. ഈ പ്രാവശ്യം വലിയ ഡയറി നോക്കി. കാരണം ഡയറിയാണ് തോന്നുന്നു പഠിക്കാനുള്ളത് അല്ലേ ടിയ? അത്തിക്കുട്ടന് ഇനി അത് എഴുതണം അല്ലേ? വേഗം എഴുതൂ. ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇന്നാണ് ടീക്കുട്ടിയുടെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇതാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെ എങ്ങനെയാ വായിക്കാം? നമുക്ക് ഇതുപോലെ പടമുള്ള ബുക്ക് കിട്ടും. ആ സമയത്ത് പടമുള്ള ബുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റേ മീശ താടിയൊക്കെ ഒരപ്പിച്ച്, ഗാന്ധിജിക്ക് താടി മീശ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൊടുത്ത് ചരിത്രം വരെയുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാവരും നമ്മൾ മറ്റേ മോഡേൺ ഡ്രസ്സാക്കും, താടി മീശ ഇതൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കും. അങ്ങനെയൊക്കെ പരിപാടി. അതൊക്കെ ഒരു സമയം. നല്ല രസമാണ്. എനിക്കറിയേണ്ടത് പെൻസിൽ കാര്യങ്ങൾ. ഞാൻ വേറൊരു കേസും കൂടി ഇടയിൽ പറയാം. അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ നമ്മളെക്കാളും നല്ലൊരു ഭംഗിയുള്ള ബോക്സോ അല്ലെങ്കിൽ ഭംഗിയുള്ള ബാഗൊക്കെ വരുമ്പോൾ, ഭംഗിയുള്ള വാട്ടർ ബോട്ടിൽ വന്നാൽ കൂടി നമുക്കൊന്നും കിട്ടിയില്ല എന്ന് നമ്മൾ ചിന്തിക്കും, സീരിയസ്ലി ചിന്തിക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് കുട്ടികൾക്ക്, നമുക്ക് വലിയവർക്ക് ഇതൊന്നും വിഷയമില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ കുട്ടികൾ ഇത് കാണുന്ന സമയത്ത് നമുക്കൊന്നും കിട്ടുന്നില്ലല്ലോ, അങ്ങനെ അവർ വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള പോസിറ്റീവ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതുപോലത്തെ വീഡിയോസ് അങ്ങ് ഒഴിവാക്കുക. വേറെ കൂടുതലൊന്നുമില്ല, ഒഴിവാക്കുക. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോയും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങളുടെ വീഡിയോ ഒക്കെ ഒഴിവാക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുക, അതൊക്കെ നല്ല വീഡിയോ. ഡയറി, അത് സ്കൂളിലെ ലൈഫ് കാര്യങ്ങൾ, പോണത് വരുന്നത്, അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അങ്ങനത്തെ വീഡിയോസ് ഒഴിവാക്കുക. നമ്മളെന്തിനാ ബാക്കിയുള്ള എല്ലാ വീട്ടിലുള്ള സാഹചര്യം ഒരുപോലെയല്ല. പാവപ്പെട്ട വീട്ടിലൊക്കെ അവർക്ക് അതുപോലെ വാങ്ങിക്കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ മാക്സിമം അതുപോലത്തെ വീഡിയോ ഒഴിവാക്കുക, അതാണ് ബെറ്റർ. അപ്പൊ ടൈം ടേബിള് നമ്മൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ എഴുതണം കേട്ടോ. അപ്പൊ ചിച്ചു എഴുതാണ്. എന്താണ് പ്രശ്നം, എന്താണ് പറയേ? ഏതാ PTക്ക് ബുക്കുണ്ടോ? PTക്ക് നമുക്ക് ബുക്സ് ഉണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഇവിടെ അത്തിക്കുട്ടൻ ഇവിടെ ടൈം ടേബിൾ ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ടീക്കുട്ടറെ ബുക്സ് ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഇത്ര ബുക്സ് ആണുള്ളത്. ഇതാണ് കേട്ടോ മലയാളം. CBSE കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിമിഷാന്റെ ഒക്കെ പഠിക്കും. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് CBSE കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ കുഞ്ഞുമക്കളാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കും ഉണ്ട്. ആ സ്ഥിതിക്ക് ഇനി അതുപോലത്തെ വീഡിയോസ് ഒഴിവാക്കുക, അതാണ് കുറച്ച് ബെറ്റർ. അതാണ് നല്ല ഓപ്ഷൻ കേട്ടോ. എനിക്കും അതാണ് പറയാൻ ഉള്ളത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ആർഭാടം കാണിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ട എല്ലാ പിള്ളേരും അസൂയപ്പെടണമെന്നോ വിചാരിച്ചിട്ടൊന്നും ആയിരിക്കില്ല ആ വീഡിയോസ് ഇട്ടത്. പക്ഷേ അത് ഇടുന്ന സമയത്ത് കാണുന്ന കുട്ടികൾക്ക് എന്തിനാ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുക. CBSE ബുക്കും CBSE ടെസ്റ്റും PT പീരീഡും നല്ല രസമാണ്. സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള പിള്ളേരുടെ അന്നത്തെ ദിവസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകും. അതൊക്കെ നല്ല രസമുണ്ട് കാണാനും കേൾക്കാനും ഒക്കെ ഇട്ട്. ഇപ്പം ഞാൻ 2 ദിവസം കൊണ്ട് നിങ്ങളുടെയൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്. കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്കൂൾ ലൈഫൊക്കെയാണ് ആലോചിക്കുന്നത്. സീരിയസ്ലി പറയാമല്ലോ. ഓക്കെ,
സമയത്ത് എന്താ പറയാ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് കണ്ട്. ഇപ്പൊ നിമിഷാനിക്ക് ഇത് കണ്ണ് കാണുന്നില്ല. ഇത് എങ്ങനെ ഞാൻ വായിക്കട്ടെ? നിനക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ? കണ്ണ് കാണുന്നില്ല ഗൈസ്. പിന്നെ ദേ മാത്സ് അത് ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്. എപ്പോ? ഇത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഞങ്ങള്. പുറംപറമ്പിൽ പിള്ളേർക്കൊരു ലാസ്റ്റ് ഇയർ പഠിച്ചതാണോ? ബുക്ക് മാറിയായിരുന്നു. എന്റെ കൃഷ്ണയോ, ഇവൾക്ക് എന്തോ പ്രശ്നമാണ് കേട്ടോ. അത് കേട്ടോ, കഴിഞ്ഞ ദിവസം പഠിച്ച ഓർമ്മയില്ലാത്ത പിള്ളേരായിരുന്നു നമ്മളൊക്കെ. കഴിഞ്ഞ വർഷം പഠിച്ച് ഓർക്കുന്ന കുട്ടി, നല്ല കുട്ടി, അടിപൊളി. പക്ഷെ മാത്സ് കാണിച്ചു തരാം മക്കളെ. CBSE മാത്സ് അലർജി. ഓക്കെ, അത്തിക്കുട്ടൻ പുലി, മാത്സില് പുലി വന്നിട്ടുണ്ട് ഗൈസ്. ഏതാണ്? ഇംഗ്ലീഷ്. ഗൈസ് ഇത്രയും കട്ടിയാണ്. ഓക്കെ, ഇവര് നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ചാനലിൽ പോയി കാണുക. ഞാൻ ഒരു കാര്യം പറയാം, ഇനി എങ്കിലും ദയവ് ചെയ്തിട്ട് ഈ പർച്ചേസിങ്ങും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാരി കൂട്ടിയോ പർച്ചേസ് ചെയ്ത് ഇടുന്ന വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക. നിങ്ങൾ ഇപ്പം 10 ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ബാഗ് എടുത്ത് കാണിക്കും, അതായിരിക്കും കുറച്ച് ബെറ്റർ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചുമ്മാ ബാക്കിയുള്ള പിള്ളേർക്ക് അതൊക്കെ കാണുമ്പം സങ്കടം വരും. അവർ വീട്ടിൽ കിടന്നടിയും വഴക്കൊക്കെ കൂടും. നമ്മളെന്തിനാ എങ്ങനത്തെ? നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവരെ ബേർഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാത്ത കണ്ടന്റ് ചെയ്യുക. അപ്പം ഞാനും ഇടയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ട്, പച്ച തെറിയൊക്കെ എടുത്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ കണ്ടാലോ എന്ന് ഞാൻ അത് ചിന്തിച്ചില്ല. അത് അപ്പോഴത്തെ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാൻ കയറി തെറിയും വിളിച്ചിട്ടുണ്ട്. കാരണം വിളിക്കേണ്ടി വരും അങ്ങനത്തെ. ഓക്കെ, അതിലോട്ട് മുകളിൽ അതിലോട്ട് പോയി എൻ്റെ മൈൻഡ് മാറും. ഓക്കെ, അപ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്, നൈസാണ്, മാന്യമായിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്തു പോവുക. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഈ അൺലിമിറ്റഡ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന വാങ്ങി ഇടാതിരിക്കുക, വീഡിയോസ് ഇടാതിരിക്കുക. നിങ്ങൾ വാങ്ങിക്കോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും പറയാം, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, നമ്മൾ ആവശ്യമില്ലാതെ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ആവശ്യമില്ല. മനസ്സിലാവും, ഒന്നും ആവശ്യമില്ല. പൈസ ഉണ്ടെന്ന് വെച്ച് നമ്മളെല്ലാം ചെയ്യാതിരിക്കും. എൻ്റെ അപ്പം സർവീസിലിരുന്നതാണ്, എനിക്കങ്ങനെ എല്ലാം ഒന്നും ഞാൻ ആഗ്രഹിച്ചൊന്നും വാരിക്കോരി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ +2 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ കാറ്ററിങ്ങിനും അതിനും ഇതിനുമൊക്കെ പോയത്. ഇപ്പം നിങ്ങളെ മക്കൾ കാറ്ററിങ്ങിനാണല്ലോ പോകണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ സമയത്ത് അപ്പം നമുക്ക് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് 10 പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നൽ തോന്നും. ഇപ്പോൾ ഈ ടിയ കുട്ടിയുടെ ഫാമിലിയിൽ നിന്ന് ആരും എന്തായാലും കാറ്ററിങ്ങിനൊന്നും പോകാൻ പോകണില്ല. അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വകുപ്പും പൈസയൊക്കെ ഉണ്ട്. പിള്ളേരെ ആഗ്രഹിക്കുന്ന എല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വാങ്ങിക്കൊടുക്കണം, കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും കഷ്ടപ്പാട് അറിഞ്ഞ് വളരുന്നതാണ് കുറച്ച് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ വളരുമ്പോൾ ദൂർത്തടിയും കാര്യങ്ങളൊക്കെ കൂടും. മക്കൾക്ക് പിന്നെ പൈസ എന്ന് പറയുന്ന സാധനം ഒരു വാല്യൂ ഇല്ലാത്തതുപോലെ ആയിപ്പോൾ. നമ്മളെ ചില സമയത്ത് എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ ഇവിടെ കൈ അബദ്ധത്തിൽ പൊട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അമ്മ പറയാറുണ്ട്, നീ കുനിഞ്ഞതാ നൂന്നതാ. അതായത് ഞാൻ അധ്വാനിച്ചതോ ഞാൻ എന്തെങ്കിലും ചെയ്തതാണോ? ഇല്ല, അപ്പോൾ എനിക്കത് വില കാണത്തില്ല, ഞാനത് സൂക്ഷിക്കത്തില്ല. ഈ ഒരു സെറ്റപ്പിൽ പറയാറുണ്ട്. അത് കറക്റ്റാ. നമ്മൾ അധ്വാനിക്കുന്ന പൈസയ്ക്ക് പ്രത്യേക സുഖമാണ്, പ്രത്യേക വിലയാണ്. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ള കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി ഇതുപോലെ ഈ ഓവർ പർച്ചേസിങ് വീഡിയോ ഒന്നും ആവർത്തിക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.